മണം, നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഞാനിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിയും. ഞാനിത് മണ്ഡലമാസത്തിൽ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണ്. ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ ഒരുപാട് നാളായി പാചകത്തിനൊക്കെ ഇൻട്രോ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന പാചകത്തിന് ഉറപ്പായിട്ടും ഒരു ഇൻട്രോ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയയാണ്. സോയ ചങ്ക്സ്. അതിങ്ങനെ പലരും പല രീതിയിൽ കോഴിക്കറി പോലെയുണ്ട്, ബീഫ് കറി പോലെയുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേരിട്ടിട്ട് എനിക്ക് ഈ സോയ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പേര് എല്ലാവരും പറഞ്ഞതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും എന്താ പറയുക, ഈ സോയ ഇവരുമായിട്ടൊന്നും ഒരു സ്നേഹത്തിലല്ലാതെ എന്താ പറയുക, പിണങ്ങിക്കിടക്കുന്നത് പോലെ നമ്മുടെ വേകാത്ത കുമ്പളങ്ങ മറ്റേ ഓലനകത്ത് കിടക്കുന്ന പോലെ മാറിക്കിടക്കും. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എങ്ങനെ കറി വെക്കും, പിന്നെ ഫ്രൈ ചെയ്ത് ആ കല്ലുപോലെ ആക്കി കഴിക്കുന്നതാണ് മിക്കവാറും ഞാൻ ചെയ്ത് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒരു തവണയെങ്കിലും സോയ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഞാൻ ഈ കയ്യിൽ വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്, അതുകൊണ്ട് മുഖം ഭയങ്കരമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തടിച്ചു. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കൂ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കേ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്നെയും ഒന്ന് കൂട്ടാക്കണേ. ബായ്. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എത്ര മഞ്ഞൾപ്പൊടി? കുറച്ച് മഞ്ഞൾപ്പൊടി. അത് ഇതൊന്നും ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ഉപ്പിടുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനത്തിന് ഉപ്പ് പിടിക്കില്ല, നമ്മൾ കറിയിലായിട്ട് മാത്രം ഇട്ടല്ല. അതുകൊണ്ടാണ് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇടുക. അതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാരി വെക്കണം. അപ്പോൾ അത് ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ ഈ ഉപ്പും ഇതിൽ പിടിക്കും, ഈ മഞ്ഞളും ഇതിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം തണുക്കാൻ വെച്ചിട്ട്, അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് തിളക്കട്ടെ. ഇത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമ്മൾ നേരത്തെ ഉപ്പിട്ടാണല്ലോ തിളപ്പിച്ചത്, എന്നാലും കുറച്ചൊരു ഉപ്പും, ഒരു കഷ്ണം നാരങ്ങ നമ്മളിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം. ആ നാരങ്ങയുടെ ഇതിൽ നമ്മളത് ഇളക്കണം. അതിന് ശേഷം നമ്മൾ അതൊന്ന് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ആ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നില്ലേ, അതെടുത്ത് അതിലേക്കൊന്ന് സ്മാഷ് ചെയ്യണം. ഞാൻ നന്നായിട്ടെല്ലാം ഇളക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഏത് ചട്ടിയിലാണോ കൂട്ടാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. ഈ ഇതിനെ എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ എണ്ണ, ഈ മുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നമ്മൾ മഞ്ഞളൊക്കെ ചേർത്ത് വെച്ച സാധനത്തിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വരട്ടെ. തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളതൊന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ ഇത് ചെയ്ത് വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഇതിനെ കോരി മാറ്റുക. വൃത്തിയില്ലാത്തതല്ല, ഇത് തന്നെ ആ പാത്രത്തിലേക്ക് തന്നെ. എന്തിനാ വെറുതെ വേറൊരു പാത്രം വൃത്തി കിടക്കുന്നത്?
അതുകൊണ്ട് അതിലേക്ക് തന്നെ കോരിയിട്ടതാണ്. ഇത് ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഒഴിക്കുക. എന്തായാലും നമ്മൾ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് എന്നാണല്ലോ പറയുക. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനപ്പോൾ ചെയ്തപ്പോൾ ഒരു ബീഫിൻ്റെ ഇത് വരട്ടെ വിചാരിച്ചിട്ട് കുറച്ച് നാളികേരം ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചു. ഞാൻ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് നല്ല കളറ് വരണം. അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്തായാലും പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ, ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ചോക്കട്ടെ, എന്നിട്ട് കാണിക്കാം. സാധനമാണ് ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്. നമ്മുടെ നാളികേരക്കൊത്തുകളെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നു. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിപ്പമുള്ള 2 സവാള, നല്ല വലിപ്പമുള്ള 2 സവാളയാണ്, അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ ഇത്രയും കൂടുതലുണ്ടായതുകൊണ്ടാണ് നമ്മൾ നാളികേരം കുറച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടു, നല്ല മണം വന്നു. ഇനി നമ്മൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാരണം ഇത് ആ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഫ്രൈ ആയി പോവും, ആ മണം അങ്ങനെ അങ്ങ് ഇതായി പോവും. അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ചേർക്കണം. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല എരിവുള്ള 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കാണിക്കാതെ നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ എന്തായെന്ന് നോക്കാം. തീ കുറഞ്ഞ് വെച്ചിരിക്കുകയാണത്. ഉള്ളിയും തക്കാളിയും എല്ലാം, ഇഞ്ചി നമ്മൾ എണ്ണയിലിടാതെ സെപ്പറേറ്റായിട്ട് ഇട്ടതിൻ്റെ ഒരു പ്രത്യേക മണവും എല്ലാമായിട്ട് ഇങ്ങനെ വന്നു. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതുമായിട്ടങ്ങ് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് വളരെ ചെറിയ സിമ്മിൽ നന്നായി ആവിയായിട്ട്, കാരണം അതിനകത്ത് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലോ, ഇപ്പോൾ ഇതിപ്പോൾ ഒട്ടും വെള്ളമില്ലല്ലോ, അപ്പോൾ അതിൻ്റെ വെള്ളവും ഇതിലുള്ള വെള്ളവും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ പരസ്പരം അവരൊന്ന് സിങ്ക് ആവട്ടെ. അപ്പോൾ ഒരു ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം ആ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അതിങ്ങനെ തിളയ്ക്കും കിടന്ന്. അപ്പോൾ ശരി വേണേ. അതിനായിട്ടൊരു 4-5 സ്പൂൺ നാളികേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഇത് ചെയ്താൽ ഒന്ന് പുളിയുറുമ്പിൻ്റെ കളറിൽ ഒന്ന് ഇത് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കും കേട്ടോ, ഒരു മണത്തിനാ. എന്താ എണ്ണ തെറിച്ച് വീണു. ഒരു കുറച്ച് ചെറിയ ഉള്ളി അങ്ങോട്ട് ചേർത്ത് ഇതൊരു പുളിയുറുമ്പിൻ്റെ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇനി അത് അങ്ങനെ ആയിട്ട് കാണിക്കാം. നമ്മുടെ നാളികേരം ഇതുപോലെ ഫ്രൈ ആയി വന്നു. ചില കഷ്ണങ്ങളൊക്കെ ഇതായതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇതാവാതെ അതിനിപ്പോൾ എത്ര വിചാരിച്ചാലും നടക്കില്ല. അപ്പം നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. എല്ലാ എരിവിനനുസരിച്ചാണ്. 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു മണത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത്ര കാൽ സ്പൂണൊന്നും പറയാനില്ല ഉലുവാപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു നുള്ള് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/4 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്,
ഇതെല്ലാം കൂടെ ഒന്ന് അല്ല ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വേണം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഇതിന്ന് നന്നായി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് പച്ചമണം കാട്ടിയിട്ട് ഇത് അരച്ചെടുക്കണം. നമ്മൾ ഒരു 2 മിനിറ്റ് അവരെ സംയോജിപ്പിക്കാൻ വെച്ചു. വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അറിയാൻ പറ്റും. കാരണം കേട്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. വെള്ളമൊന്നുമില്ല, എല്ലാം നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരച്ച ആ നാളികേരം അരച്ചില്ലേ, ഇനി അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഒന്ന് വടിച്ചിട്ടിട്ട് മറ്റേ ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. അതിനുശേഷം മിക്സിയിലിരിക്കുന്ന ഒന്ന് കഴുകി ഒഴിക്കണം. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനത് മിക്സിയിലൊന്ന് വെള്ളമാക്കട്ടെ. ആ മിക്സി ഒന്ന് കഴുകി അതിലേക്ക് ചേർത്തു. ഇനി തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇളക്കണം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. എന്നാൽ ഈ വെള്ളം ഇല്ലാതെ ഇരിക്കരുത്. ഒരു കുറുകിയ ചാറായിരിക്കണം. നമ്മൾ ബീഫൊക്കെ മറ്റേ ഇത് ചെയ്യില്ലേ, കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബീഫൊക്കെ ചെയ്യില്ലേ, അതുപോലൊരു കുറുകിയ ചാറായിരിക്കണം. തിളക്കട്ടെ. ഞാൻ ഇത്രയും വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. മറ്റേ ഇതായതുകൊണ്ടാണ്, ഈ ചട്ടി ഇതായതുകൊണ്ടാണ് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ തിളയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം ഞാൻ കറി കോരി കാണിക്കാം. ഓക്കെ ഓക്കെ ബായ്. നല്ല മണം, നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഞാനിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിയും. ഞാനിത് മണ്ഡലമാസത്തിൽ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ച് നോക്കുക, അഭിപ്രായം പറയുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി ആക്കി വെക്കുക. ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു കുറച്ച് സമയം ഞാൻ വേറെ കുറേ തിരക്കിൽ പെട്ടുപോയത് കൊണ്ടാണ് ഇതങ്ങ് കറിച്ചട്ടിയിലിരുന്നതങ്ങ് വറ്റിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും കണ്ടോ, നല്ല കുഴമ്പ് പോലെ കൂടി ചേർന്ന് കിടക്കുന്ന കണ്ടോ, അങ്ങനെ ആക്കിയെടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ ബൈ. ബൈ.